കൃത്യമായിട്ട് പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്തിനെ കുറിച്ചാ പറഞ്ഞെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഏതൊരു ഫയലിനെ കുറിച്ചാ സംസാരിച്ചേ. ഫയലോ? എന്തിന്റെ ഫയല്? എന്തോ മെഡിക്കൽ ഫയൽ അങ്ങനെ എന്തോ പറഞ്ഞേ. എന്താ സാറേ ഇത്? താങ്കളുടെ ഈ ഗോഡൌൺ സെർച്ച് ചെയ്യാനുള്ള സെർച്ച് വാറണ്ടോ? എന്തിനാ സാറേ ഇതൊക്കെ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഞാൻ അനധികൃതമായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്ന ബിസിനസിന് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇത്രയും സത്യസന്ധമായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന എനിക്ക് ഒരു കള്ളപ്പണത്തിന്റെയും കുഴൽപ്പണത്തിന്റെയും ഇടപാടുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സെർച്ച്? ആരെ ബോധിപ്പിക്കാനാ? നിങ്ങൾ നല്ലൊരു നടനാണെന്ന് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മനസ്സിലാക്കിയതാ. അവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതൊന്നും അല്ലല്ലോ പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അത് വിട്. എനിക്ക് വേണ്ടത് പ്രകാശിനെയാണ്. ഏത് പ്രകാശ്? ഇത്ര വേഗം മറന്നോ? പോലീസ് സ്റ്റേഷനിൽ നിന്നും മകളുടെ കാമുകനായ ഒരുത്തനെ നിങ്ങൾ നിങ്ങളുടെ മകളോടൊപ്പം ഇറക്കിക്കൊണ്ട് പോയില്ലേ? ആ പ്രകാശിന്റെ കാര്യം ചോദിച്ചേ. ഓ, അവനോ? അവനെ ഞാൻ അപ്പൊ തന്നെ അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞല്ലേ? എന്താ സാറേ, അവനോട് എത്തിയില്ലായിരുന്നോ? ഇല്ല. മാത്രമല്ല, കാണാതായ പ്രകാശിനെ താങ്കൾ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യ വിവരവും കിട്ടി. ഈ രഹസ്യ വിവരം ആരാണ് തന്നതെന്നൊക്കെ എനിക്കറിയാം. അവൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കൂ സാറേ? അവൻ സ്വന്തം അച്ഛനെയും അമ്മയും കളഞ്ഞിട്ട് വേറെ ആരെയൊക്കെയോ അവന്റെ അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതിനൊക്കെ വട്ടെന്നല്ലാതെ എന്താ സാറേ പറയണ്ടേ? കണ്ടില്ലേ, 100 ആയുസാണ് ഈ താന്തോന്നിക്ക്. പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആളിങ്ങെത്തി. സാറേ നമസ്കാരം. അപ്പോ പ്രകാശ് ഇതിനകത്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? സാറേ, ഈ സമയത്ത് ചങ്കെടുത്ത് കാണിച്ചാലും നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണല്ലോ ഞാനിപ്പോ നിൽക്കുന്നത്. എന്റെ സാറേ, എനിക്കിപ്പോ എവിടുന്നാ സമയം? നടക്കാൻ പോകുന്നതേ എന്റെ മോളുടെ കല്യാണമാ. എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കേണ്ടവനാ ശത്രുപക്ഷത്ത് നിന്ന് ഈ കരുക്കൾ നീക്കുന്നത്. അപ്പൊ പിന്നെ ഈ കല്യാണ തിരക്കിൽ ഓടി നടക്കുന്ന എനിക്ക് എവിടുന്നാ ഒരുത്തനെ ഒളിപ്പിച്ചു വെക്കാനൊക്കെ സമയം? എന്തായാലും നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കോടതിയിൽ നിന്ന് സെർച്ച് വാറണ്ടും ഒക്കെ ആയിട്ട് വന്ന സ്ഥിതിക്ക് ഞാനായിട്ട് തടസ്സം പറയുന്നില്ല. കേറി പരിശോധിക്ക്. കേറി പരിശോധിക്കണോ? സർ, മുക്കിനും മൂലയിലും എല്ലാ സ്ഥലത്തും കേറി പരിശോധിക്കണം. സർ, ചെല്. ഓടും. സാറും കൂടി കേറി പരിശോധിക്കും സാറേ. സാറിനും കൂടി വിശ്വാസം ആവണമല്ലോ. ലാസറേ, അവരെ ഞാൻ അകത്തോട്ട് കയറ്റി വിട്ടതേ അവര് സെർച്ച് വാറണ്ടുമായിട്ട് വന്നതുകൊണ്ടാ. ഇനി ഇതിന്റെ പേരിൽ കണ്ണി കണ്ടവന്മാരെയൊക്കെ അകത്തോട്ട് കയറ്റി വിട്ടാണ്ടല്ലോ, നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ കെട്ടിയോളുടെ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. സ്വാമി, പണ്ട് വീട്ടിലൊരു മണിയം പൂച്ച ഉണ്ടായിരുന്നു. സ്വാമി കണ്ടു കാണാൻ വഴിയില്ല. വീട്ടിൽ മീൻ കൂട്ടാനാണ് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ വാതിൽ പടിയിൽ വന്ന് ഉമിനീര് ഒലിപ്പിച്ച് അങ്ങനെ നിൽക്കും. വീട്ടിലുള്ളവരാരും അത് ശ്രദ്ധിക്കാറൊന്നുമില്ല. കുറച്ചു നേരം ഇപ്പൊ കിട്ടുമെന്നും വിചാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോ താനെ അങ്ങ് പോവും. അങ്ങനെ പൊക്കോളും വന്ന് നിൽക്കുന്നവന്മാരാരായാലും. സ്വാമി, മനസ്സിൽ കരുണ എന്നൊരു സാധനം വേണം. അല്ലാതെ കുറെ കാശുണ്ടായിട്ട് കാര്യമില്ല. ഉള്ളിലൊരല്പമെങ്കിലും നന്മ വേണം. അതില്ലെങ്കിൽ ഒരിക്കൽ ഈ വന്നു നിന്ന് ഉമ്മിനീരൊലിപ്പിച്ച് നിന്ന മണിയമ്പൂച്ചയേക്കാൾ കഷ്ടമാവും ഈ ജീവിതം. പറഞ്ഞില്ലാന്ന് വേണ്ട. തന്നിഷ്ടത്തോടെ മക്കളെ മറന്ന് അവരുടെ ഇഷ്ടം നോക്കാതെ പ്രവർത്തിക്കുമ്പോ കൂടെ നിന്ന് കൈത്താങ്ങാവാൻ ആളെ കാശ് കൊടുത്ത് നിർത്തേണ്ടി വരും. പിന്നെ എത്ര കൊമ്പനാണെങ്കിലും വാരിക്കുഴി വീണുപോയ പോക്ക
ഉറഞ്ഞു തുള്ളുമ്പോ ഇതൊക്കെ ഒന്ന് ഓർത്താ നന്ന്. എടോ സ്വാമി, താൻ എന്റെ കൂടെ വന്നതാണോ അതോ കവലച്ചട്ടമ്പികളുടെ കവല പ്രസംഗം കേൾക്കാൻ വന്നതാണോ? എടോ, പുലർച്ചെ കോഴികൾ ഒരുപാട് കൂവും. എന്നാ ആദ്യം കൂവുന്ന കോഴിക്ക് മാത്രമേ വിലയുള്ളൂ. പിന്നെ കൂവുന്നതൊക്കെ വേസ്റ്റാ, പുറംപോക്ക്. അതുകൊണ്ട് തള്ളിക്കളഞ്ഞതെല്ലാം തള്ളിക്കളഞ്ഞത് തന്നെയാ. അതിനി എത്ര കടന്ന് നിലവിളിച്ചാലും ശ്രദ്ധിക്കില്ല ഈ മഹേന്ദ്രൻ. സ്വാമി വാ. ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോ താനെ അങ്ങ് പോവും. അങ്ങനെ പൊക്കോളും വന്ന് നിൽക്കുന്നവന്മാരാരായാലും. അമ്മേ, നെയ്യപ്പത്തിനുള്ള കൂട്ട് എന്തായാലും ഇത് കഴിയട്ടെ, എന്നിട്ടാവാം. ആ ശാരികത്ത് എന്തെടുക്കുക? എന്തെങ്കിലും ഒരു കൈസായത്തിനൊന്ന് വന്നൂടെ? പ്രസവമൊന്നും ആയില്ലല്ലോ. നിന്നെ പ്രസവിക്കുന്നതിന്റെ തലേന്ന് വരെ ഇഡ്ഡലിക്ക് മാവരച്ച ആളാ ഞാൻ. അന്നീ മിക്സിങ് ഗ്രൈൻഡറൊന്നും ഇല്ല, കല്ലേല്. ഓ, ഇന്നത്തെ പെണ്ണുങ്ങൾ 3 മാസം ആവുമ്പോ കട്ടിലേ കയറും. പരിചരിക്കാൻ ഭർത്താവും ഉണ്ടാവും. പിന്നെ മുറ്റൊന്ന് തൂക്ക അമ്മായിയമ്മ പറഞ്ഞാലോ, പിന്നെ അത് അമ്മായിയമ്മ പോരായി. മോളകത്തേക്ക് ചെല്ല്, ഞാനിതൊന്ന് ഒതുക്കിയിട്ട് വരാം. എടി, നീ ഒന്ന് അകത്തേക്ക് വാ. ഇവിടെയൊക്കെ ഒതുക്കിയിട്ട് മതി നെയ്യപ്പത്തിന് മാവെടുക്കാൻ. അതെ, വർത്താനം പറഞ്ഞിരിക്കാൻ പോകുന്നൊക്കെ കൊള്ളാം. ആ വല്യേച്ചി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം. എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് പെടാൻ. ഓ ശരി, ഞാൻ പണി ഒതുക്കിയിട്ടേ പോകുന്നുള്ളൂ, പോരെ? ഓ, ഇനി ഞാൻ സഹായിച്ചില്ലെന്ന് വേണ്ട. നീ അപ്പൊ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം അമ്മയും കൂടി ഒന്ന് കണ്ടേക്കാന്ന് കരുതി. ചേച്ചിക്കിപ്പോ മരുന്നൊക്കെ ഉണ്ടല്ലേ? ആ, അതൊക്കെ ഉണ്ട്. പിന്നെ നിന്നെ കാണുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്താ? വേറൊന്നുമല്ല, ഇന്നിവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. അവരും അമ്മയും കൂടി കുറെ അധികം നേരം മുറിയിൽ അടച്ചിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്തു. അവരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ പറയുന്നത് മുഴുവൻ വിഷ്ണുവിനെ കുറിച്ചും നിന്നെക്കുറിച്ചും ഒക്കെ ആയിരുന്നു. കൃത്യമായിട്ട് പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്തിനെ കുറിച്ചാ പറഞ്ഞെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഏതൊരു ഫയലിനെ കുറിച്ചാ സംസാരിച്ചേ. ഫയലോ? എന്തിന്റെ ഫയല്? എന്തോ മെഡിക്കൽ ഫയൽ, അങ്ങനെ എന്തോ പറഞ്ഞേ. മെഡിക്കൽ ഫയൽ?